പ്രൈസലോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു വിമോചന പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിത മേഖലകളെ, കുടുംബത്തെയും സമൂഹത്തെയൊക്കെ കാർന്നു തിന്നുന്ന പലതരത്തിലെ ഇന്റർനെറ്റ്, മൊബൈൽ ഫോണുകൾ, പല രീതിയിലെ കുടുംബജീവിതത്തെ തകർക്കുന്ന, സമൂഹ ജീവിതത്തെ, നമ്മളിലുള്ള എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തുന്ന തിന്മയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന അതിശക്തമായ ഒരു തിരുവചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തില് 33 മുതലുള്ള തിരുവചനങ്ങൾ. അസറിയ രാജാവ് അന്ധകാര ശക്തികളുടെ പ്രതീകമാണെന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തിരുവചനം ഇങ്ങനെയാണ്: അസറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല. പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധ വലയം നിർമ്മിക്കുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ഈ വചനത്തിന്റെ ശക്തിയാൽ അങ്ങ് ആഗ്രഹിക്കാത്ത ചിന്തകൾ, ഇഷ്ടങ്ങള്, നമ്മുടെ കുടുംബജീവിതത്തേക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന സംസാരങ്ങള്, വ്യാപാരങ്ങള്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിബന്ധങ്ങള്, കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയൊക്കെ തകർക്കുന്ന ചില ബന്ധങ്ങള്, അങ്ങ് ആഗ്രഹിക്കാത്ത ഫോൺ വിളികള്, ഇവ വന്ന വഴികളിലൂടെ തന്നെ ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നേക്കുമായി തിരിച്ചു പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചവനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് സകലരാലും അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും കൃപ ചെയ്യണമേ. ഈ പ്രാർത്ഥന 9 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ നന്മകളെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ഇന്റർനെറ്റിനോടൊക്കെയുള്ള ആസക്തികൾ, പല മേഖലയിലും നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ നന്മകളെയും കാർന്നു തിന്നുന്ന, പല കുടുംബത്തിലും അസ്വസ്ഥകൾ വാരി വിതറുന്ന ഈ ഫോൺ വിളിയുടെ, ഫോൺ ദുരുപയോഗിക്കുന്നതിന്റെ എല്ലാ അശുദ്ധാരിവയും ബന്ധിച്ചും പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥനയും ഈ തിരുവചനം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്കൊരു സമാധാനത്തോട് മുന്നോട്ട് പോകാൻ പറ്റും. ദൈവം നമ്മളെല്ലാവരെയും സമാധാനം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.